നമസ്കാരം. ഇന്ന് നമുക്ക് അയില വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ വിഭവമാണിത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 വലിയ അയില എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ തൂക്കമുണ്ട്. മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള തൂക്കമാണ് പറഞ്ഞത്. ഇനി ഇത് മസാല പിടിക്കുവാനായി നന്നായി ഇതുപോലെ വരഞ്ഞു വെക്കണം. ഇനി മീനിൽ തേക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് തരിതരിപ്പായി പൊടിച്ച 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കൂടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് മസാല മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ വയറിൻ്റെ ഭാഗത്തും വരയുടെ ഗ്യാപ്പിലുമൊക്കെ നല്ലപോലെ മസാല എത്തുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് മീൻ വറുക്കാനായിട്ട് ഓരോന്നായി വെച്ച് കൊടുത്തു. ഇത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം, നോർമലായിട്ട്. ഇത് നമ്മൾ സാധാരണ മീൻ വറുക്കുന്നത് പോലെ ഒരുപാട് മൊരിയണ്ട കേട്ടോ. ഒരു 1/4 ഭാഗമായാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. ഇനി മറുഭാഗവും ഇതുപോലെ മൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മീൻ പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി മീൻ വറുത്ത അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു വലിയ സവാള നുറുക്കിയത് ചേർക്കാം. ഒരു 15-20 ചെറിയുള്ളി നുറുക്കിയതും ചേർക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കണം. വേഗം വഴന്ന് കിട്ടുവാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ തക്കാളി മുറിച്ചത് ചേർക്കണം. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഇതിനാവശ്യമായ മസാലകൾ ചേർക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും ചേർക്കണം. ഇനി ഇതിന് വേണ്ടുന്ന കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോകാതെ സൂക്ഷിക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തക്കാളി വേവാൻ വേണ്ടി കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വേവിച്ചെടുക്കാം. ഇപ്പം തക്കാളിയെല്ലാം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്യണം. ഇതിനിപ്പോൾ പാകത്തിന് ഉപ്പുണ്ട്. ഇനി ഇതെല്ലാം കൂടി
ഒന്നുകൂടി മൂടി വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി മീൻ പൊതിയുവാനായി വാഴയില എടുക്കണം. വാഴയില വാട്ടി വേണം എടുക്കാൻ. വാഴയില കിട്ടുവാൻ വേണ്ടി ഒരു നൂലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചണനൂലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാല എടുത്തിട്ട് നിരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മീൻ എടുത്ത് വെക്കണം. ഇനി വീണ്ടും മസാല ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. എല്ലായിടവും പൊതിഞ്ഞ് വരുന്ന തരത്തിൽ മസാല നിരത്തി കൊടുക്കണം. ഇനി ഇത് പൊതിഞ്ഞെടുക്കണം. ഇര പൊട്ടിപ്പോകാത്ത തരത്തിൽ പൊതിഞ്ഞെടുക്കണം. ഇനി ഇതൊരു നൂല് കൊണ്ട് കെട്ടാം. ഇതുപോലെ നൂല് കൊണ്ട് കെട്ടിയെടുക്കണം. ഞാനിവിടെ 3 മീനും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാൻ വെക്കാം. പാൻ ചൂടായാൽ അതിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും, നല്ല ഇല അടിയിൽ കരിയാതെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് പൊതിഞ്ഞ് വെച്ച 3 മീനും ഇതിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി ഒരു 6 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിരിച്ചിട്ടിട്ട് 6 മിനിറ്റായി. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആദ്യം ഇതിൻ്റെ നമ്മൾ കെട്ടിവെച്ച ആ നൂലൊന്ന് മാറ്റിയെടുക്കാം. തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല മസാലയൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചോറുണ്ണാൻ ഈ ഒരു മീൻ പൊള്ളിച്ചത് മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. നല്ല മണമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മീൻ കഴിക്കുന്നവർക്ക് ഇത് നല്ലോണം ഇഷ്ടാവും. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സഹായിക്കണേ. താങ്ക് യു.